ഹലോ. This call is now ഹലോ. being recorded. ആ അബ്ദുറഹ്മാനാണ്. ഓക്കെ. ഞാൻ ഇന്നലെ നിങ്ങളോട് കയർത്ത് സംസാരിച്ചില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തൗഹീദിന്റെ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോ ഉറക്കെ സംസാരിച്ചു പോവാറുണ്ട്. അതൊന്നും വിഷയമല്ല. പിന്നെ നിങ്ങളോട് അൽഹംദുലില്ലാ നിങ്ങൾ എന്നെ ഒരു പക്ഷെ വിളിക്കുന്നതും എന്നെ തിരുത്താൻ ശ്രമിക്കുന്നതും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഞാൻ നരകത്തിൽ പോകരുതേ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം. തിരിച്ച് അതേ ആഗ്രഹം തന്നെയാണ് എനിക്ക് നിങ്ങളോടും ഉള്ളത്. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, പ്രവാചകന്റെ അനുയായികളാണ്. ഒരിക്കലും മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ വിഭാഗീയത ഉണ്ടാക്കാനോ അല്ല അള്ളാഹുവിന്റെ ദീന് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന മതത്തില് ജാതിയുടെയും അതോടൊപ്പം തന്നെ നിറത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർക്കിടയിൽ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിന്റെ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്നതാ. ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഒരു കാലത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാം വർഗീയതയുടെയും വിഭാഗീയതയുടെയും മതാണെന്നൊക്കെ കരുതി ജീവിച്ചിരുന്ന ആളുകളാ. ഇസ്ലാം സ്വീകരിച്ച ഓരോ സഹാബാക്കളെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അവര് ജാഹിലിയ സമയത്ത് ഇസ്ലാമിനോട് ശത്രുത വെച്ച് ജീവിച്ചിരുന്ന ആളുകളാ. പിന്നീട് അവരെന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി, അതായത് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതത്തിന് വേണ്ടി അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാനിപ്പോ ഇന്നലെ രാത്രി സഹോദരനെ കുറിച്ച് ചിന്തിച്ചു. എന്റെ സംസാരത്തില് ഞാൻ അങ്ങനെ എന്താ പറയാ ചൂടായിട്ടോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത്. എനിക്കൊരു അപേക്ഷ ഉള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു വസിയത്തുള്ളത് എന്താ വെച്ചാല്, നമുക്കറിയാലോ വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് എന്ത് ചെയ്തിരുന്നത്? ദഅവത്ത് നടത്തിയിരുന്നത്. നമ്മൾ ആരുടെയും സംസാരം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രസംഗങ്ങളെ കൊണ്ടൊന്നും ഒരു മനുഷ്യനും ഹിദായത്ത് കിട്ടാൻ പോകുന്നില്ല. അത് റബ്ബ് നൽകുന്നതാ. നിങ്ങളൊരു കാര്യം പറഞ്ഞെന്നാൽ ചിലപ്പോ എനിക്കത് എന്താ പറയാ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല, റബ്ബ് തൗഫീക്ക് ചെയ്യാതെ. അപ്പൊ പറയുന്ന കാര്യങ്ങള് ദീനാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ സഹോദരൻ പറഞ്ഞു, പിന്നെ നിങ്ങള് ഞാന് മനസ്സിലാക്കിയ വിഷയം, ഇപ്പൊ ഈ 100 കണക്കിന് ഇമാമിങ്ങളെ ഇസ്തിഹാസ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയും അത് ചെയ്യാൻ പറയുകയും ചെയ്ത ആളുകളാണ്. ഓർക്കൊന്നും മനസ്സിലാകാത്ത, അല്ല ഞാൻ പറഞ്ഞതല്ല, ഓർക്കൊന്നും ഇപ്പൊ ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ശിർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിലുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ. അതിനിപ്പോ നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിലെ സത്യവിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള കാര്യകർത്താക്കളെ. ഊലിൽ അംറിന്റെ വിഷയത്തില് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികള്, അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ. ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ്. എന്നാൽ ഫഇൻ തനാസൗതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരികയാണെങ്കിൽ പിന്നെ അതെ, അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല. നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം അതാണെന്ന് റബ്ബ് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ഏറ്റവും അഭിപ്രായ വ്യത്യാസവും ഭിന്നതയുള്ള ഒരു വിഷയമാണ് ഈ ഒരു വിഷയം എന്നുള്ളത്. അപ്പൊ ഇന്നലെ സഹോദരൻ ചോദിച്ചു, നിങ്ങളെ പെണ്ണുങ്ങളടുത്ത് സഹായം ചോദിക്കാറില്ലേ, കുടുംബത്തിനോട് സഹായം ചോദിക്കാറില്ലേ എന്നുള്ളത്. അപ്പൊ ഞാൻ അതിന് പറഞ്ഞ കാര്യം എന്താണ്? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാരോട്, നമ്മുടെ ഉമ്മമാരോട്, അതോടൊപ്പം തന്നെ സ്വഹാബാക്കളായ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചോദിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരുന്നു. നമുക്കതിന് മാതൃക കാണാൻ കഴിയും. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ട ഒരു സഹാബിയുടെയും ഖബറിനരികിലേക്ക് ചെന്ന്
ഇസ്തിഹാസ എന്ന പേരിൽ അവരോട് സഹായം തേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അല്ല, അത് ഞാൻ സമ്മതിച്ചു, സമ്മതിച്ചു. പക്ഷെ അവിടെ ഒരു വിഷയേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്കാണ് എന്ന് പറയാത്തൊരു കാര്യം നമ്മളെങ്ങനെ ശിർക്കാന്ന് പറയാം? നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചു വെച്ച കാര്യം എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ മരിച്ചതിന് ശേഷം എന്നോട് നിങ്ങളെ സഹായം തേടിയ ശിർക്കാണെന്നുള്ളത്? അതെ, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നുള്ളത് എന്താണ്? ഖുർആനും സുന്നത്താണ്. നമ്മളിൽ നിന്നും ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ 2 കാര്യം നിർബന്ധമാണ്. എന്തൊക്കെയാണത്? ഒന്ന് ഖുർആനാണ് അല്ലെ? അതെ, ഒന്ന് ഇഖ്ലാസോട് കൂടി ആ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതും, രണ്ടാമത്തേത് ഇത്തിബാ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ച് ആ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാ. ഒന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും എത്ര സുന്നത്തുകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിൽ പോലും അതൊക്കെ ഞാൻ സമ്മതിച്ചു, അവിടെ ഒന്നും അല്ല വിഷയമുള്ളത്. അതെ അതെ, അല്ല, ഇത് തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു കളയുന്ന ഒരു കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞ അതൊന്നല്ല. അല്ല, അങ്ങനെ തൗഹീദിന്റെ അടിത്തറ പൊളിക്കണതാണെങ്കിൽ ഇപ്പൊ 100 കണക്കിന് ഇമാമിങ്ങള് ഓരോ ഗ്രന്ഥത്തില് പഠിപ്പിക്കൂലല്ലോ. അവരാരുടെ അടുത്ത് പോയി ഇസ്തിഗാസ ചെയ്തു, അല്ലെങ്കിൽ സഹാബാക്കളാർ. ഈ ഒരു വിഷയം തന്നെ നമുക്ക് ഇനിയിപ്പോ അത് മാത്രല്ല, നമുക്കിപ്പോ ഹദീസ് സ്വീകരിക്കണേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാ അവരെ ഉസ്താദ് അടക്കി എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ശ്രേഷ്ഠത പറയാൻ വേണ്ടി തന്നെ ഇങ്ങനെയുള്ള ഈ നിങ്ങൾ പറയുന്ന ശിർക്കൻ സംഭവം കൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ ശ്രേഷ്ഠത പറയുന്നത്. എന്നിട്ട് ബുഖാരി ഇമാം എന്ത് തോലിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു എന്നുള്ളത് വലിയൊരു വിഷയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇമാമിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പോ ഹദീസുകളില് കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയ എത്രയോ ആളുകളുണ്ട് അല്ലെ? ഞാൻ പറയാം, കള്ള ഹദീസ് കെട്ടിയുണ്ടാക്കിയല്ല, ബുഖാരി ഇമാമ്. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദീന് വഹീന്റെ അടിസ്ഥാനത്തിലാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറയട്ടെ ഹാഹി, അവിടെ എവിടെയോ എന്തില്ല, പിഴവ് സംഭവിക്കാനില്ല. കാരണം ആകാശ ലോകത്തു നിന്നും അള്ളാഹു ഇറക്കുന്ന ദീനാണ്. തിരിച്ച് അതിനെ വിശകലനം ചെയ്യുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരായത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് തെറ്റുപറ്റാം, അതല്ലെങ്കിൽ തെറ്റുപറ്റാതിരിക്കാം. നമുക്കിടയിലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ ഒരാളെ വിളിച്ച് സഹായം തേടുമ്പോൾ, ഞാൻ ഒരാളോട് സഹായം തേടുമ്പോൾ എനിക്ക് ഒന്നില്ലെങ്കിൽ ഉപകാരം കിട്ടണം അല്ലെ, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവണം. മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ എന്തെങ്കിലും ഒരു ഉപദ്രവമോ അവരിൽ നിന്നും കിട്ടാനുണ്ടോ? അപ്പൊ അതാണ് പ്രശ്നങ്ങൾ പറയുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ സഹോദരനോട് ചോദിക്കുന്നത്, ഉപകാര ഉപദ്രവം കിട്ടാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിന് ഉപകാരം കിട്ടിയ ധാരാളം സംഭവങ്ങളുണ്ട്, ചിലപ്പോ കിട്ടാതെന്ന സംഭവം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഇബ്നു തൈമിയ്യ തന്നെ ഇഖ്തിലാല് പറഞ്ഞൊരു വിഷയമാണ്. സഹോദര, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ അങ്ങനെ മരണപ്പെട്ടവരെ സഹായിക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ തന്നെ പറയാം, എന്റെ പെണ്ണുങ്ങളോട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, അവൾ എനിക്കത് എടുത്തു തരും. തീർച്ചയായിട്ടും ഞാൻ അത് അങ്ങനെ തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് തരാന്ന് പറയും അല്ലേ? എന്നാൽ ഖിയാമത്ത് നാൾ വരെയും അള്ളാഹു സുബ്ഹാനഹു വതആല വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഏറ്റവും വലിയ ദുൽമ പ്രവർത്തിച്ചവരെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, പിന്നെ അതെ അതെ, യൗമൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തവരെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഞാൻ പറഞ്ഞ അതല്ല, അപ്പൊ ഒരാൾക്ക് ഇപ്പൊ അങ്ങനെ ഖബറിൽ പോയി സഹായം തേടി, അയാൾക്ക് സഹായം കിട്ടി, അപ്പൊ അങ്ങനെയാണെങ്കിൽ സഹായം ചോദിക്കാൻ പറ്റും? അല്ല, നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ എന്താ സഹായം കിട്ടി, അവർക്ക് സഹായം കിട്ടി, ഇഷ്ടംപോലെ സംഭവം എന്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾക്കത് ഓരോ അനുഭവമാണ്. ആ അനുഭവത്തെ നമ്മളങ്ങനെ നിഷേധിക്കുക. ഞാൻ സഹായം ചോദിച്ചു, എനിക്ക് സഹായം കിട്ടി, എന്റെ ഒരു അനുഭവമാണ്. നിന്റെ അനുഭവത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു മുസ്ലിമായി ജീവിച്ചിരുന്ന ഒരാളാണ്, വിഗ്രഹാരാധന ചെയ്തിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും അറിയാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ മനുഷ്യന്മാരുടെ, അതായത് ഞങ്ങളുടെ മതത്തിൽ ജീവിച്ചിരുന്ന പൂർവികരായ മഹാന്മാരായ ആളുകൾ മരിച്ചുപോയി കഴിഞ്ഞാൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. അവിടെ പോയി പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോ എന്തായിരുന്നു നിങ്ങളെ വിശ്വാസം? ഞാൻ പറയട്ടെ, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ദശാവതാരങ്ങളിൽപ്പെട്ട അവതാരങ്ങളാണ്, അവരിലൂടെ പരബ്രഹ്മത്തിലേക്ക് എത്താമെന്നുള്ള വിശ്വാസത്തോട്. ദശാവതാരങ്ങളിൽപ്പെട്ട അവതാരങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നത്. ആരാണ് അവതാരങ്ങള്? എന്തിനാ അവതാരങ്ങൾ നിയോഗിക്കപ്പെട്ടത്? അവതാരങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ടത് ധർമ്മം തകരുകയും അധർമ്മം അഴിഞ്ഞാടുകയും ചെയ്യുന്ന സമയങ്ങളിലെല്ലാം സർവശക്തനായ പരമേശ്വരൻ ദൈവത്തിന്റെ അവതാരങ്ങൾ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പ്രവാചകന്മാരെ പോലെ തന്നെ
അവരാരും ദൈവം പറയാൻ വേണ്ടി വന്നവരല്ല. നിങ്ങൾ ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ, അതായത് ഞങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവരോട് സഹായം തേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇവിടെ രണ്ട് മുസ്ലിമീങ്ങളായ നമുക്കിടയിലുള്ള ഒരു 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 അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു തർക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ മാത്രമല്ല, ഈ ലോകത്തുള്ള നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ തർക്കത്തിൽ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്റെ വിഷയം അതല്ല. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എവിടെയെങ്കിലും വ്യക്തമായിട്ട് ശിർക്കാന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ഖുർആനിൽ മരണപ്പെട്ടു പോയ ആളുകളോട് സാധ്യത ശിർക്കാന്നുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ചില്ല, എന്തിനാണ് നമ്മൾ സഹായം തേടുന്നത്? അല്ല, അതാണ് നിക്കട്ടെ. അങ്ങനല്ല, നമ്മൾ പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞ വലിയൊരു പ്രശ്നം എന്താ അറിയോ, നമുക്ക് വേണമെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹറാമാന്നൊക്കെ പറയാം, മുത്തുനബി ചെയ്തിട്ടില്ല ഹറാമ. ശിർക്കാന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് നിങ്ങൾ ഹാജരാക്കാനുള്ള ബാധ്യത നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയണ എന്ത്, എന്തിനാ സഹായം തേടണം, സഹായം കിട്ടണില്ല, സഹായം കിട്ടാത്ത ആളുകളൊക്കെ സഹായം തേടല് ശിർക്കാവോ? ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യം എങ്ങനെയാണ് ശിർക്കാവുക എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ, ഞാൻ സിമ്പിളായി പറഞ്ഞത്. ഇപ്പൊ സ്വഹാബത്തില്ലേ, സ്വഹാബത്തിന്റെ പേര് വെക്കുമ്പോൾ നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു എന്നൊക്കെ. ഒരാൾ ചോദിക്കാണിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിന്റെ പേര് വെക്കുമ്പോഴും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ശിർക്കാ പറഞ്ഞ. അപ്പൊ ഞാനിപ്പോ എന്താ അവനോട് പറയാ? ചിന്തിച്ചു നോക്കി. അല്ലാതെ ശിർക്കാന്ന് ഒരാൾ ഭാവിയിൽ പറഞ്ഞത്, എന്നിട്ട് ആൾ കാരണം പറയുന്നത് എന്താ പറയുക, നബി ചെയ്തിട്ടില്ല, സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന അയാൾ എന്താ ചെയ്യണം, എന്നോട് കാരണം പറയണം. അപ്പൊ ഞാൻ പറയാണ്, അത് ഇപ്പൊ മുജാഹിദിന്റെ ഭാഷ പ്രകാരം അത് ശരിയാവണം, കാരണം നബിയും സ്വഹാബത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞാൽ ഷിയാക്കളും അഹ്ലുസുന്നിയും തമ്മിലായിട്ട് തർക്കണ്ട്. ഞാൻ പറയാം, ഷിയാക്കളും അഹ്ലുസുന്നിയും തമ്മിലായിട്ട് തർക്കണ്ട്. അപ്പൊ നമ്മള് ഒരാൾ വാദിക്കാണ്, തർക്കം വന്നാലൊക്കെ നബിയിലേക്കാണ് മടക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മുസ്ലിം ലോകത്ത് ഇന്നില്ല. ഇന്ന് ഇവിടെ ഉള്ളൊരു വാദം എന്താണ്? അല്ല, ഉണ്ടോ ഇല്ല എന്നല്ല, അങ്ങനെ ഒരു വാദം വന്നപ്പോ നിങ്ങൾക്കുള്ള മറുപടി എന്തായിരിക്കും? റളിയല്ലാഹു അൻഹു എന്ന് പറയാത്തതിന്റെ പേരിൽ ശിർക്കാന്ന് പറയാ, അത് അദ്ദേഹത്തെ സ്വഹാബാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. ആളെ മാനദണ്ഡം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ശിർക്കാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ വിളിച്ച്, അതെങ്കിൽ സഹാബാക്കളിൽ ശ്രേഷ്ഠരായ എത്രയോ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഹുദിന്റെ സമയത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. റളിയല്ലാഹു അൻഹു എന്നുള്ളത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യമാണല്ലോ. അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞേ. അതെ അതെ. പക്ഷെ ഇത് ഒരു മിനിറ്റ്, ഒരു ചോദ്യം അതല്ല. ഇതിപ്പോ നബിക്കാണല്ലോ ഇപ്പൊ ആയത്ത് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. ഇനി നബിന്റെ ഒറ്റ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അനുയായികളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതാണ് വിശ്വാസികൾ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ അതൊന്നല്ല, റളിയല്ലാഹു അൻഹു എന്നുണ്ട്, പക്ഷെ അത് ചെല്ലണം എന്നുള്ളതിനുള്ള പ്രമാണം എന്താണെന്ന ചോദ്യം. ഞാൻ നേരത്തെ കേൾക്കുമ്പോ പറയണം. അവിടെ ഇമാമിയങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ വിളിച്ചു ഷിയാക്കളും അഹ്ലുസുന്നിയും ആ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ ഭാവിയിൽ ഒരു ചങ്ങായി വന്നാണ് പറയാണ്, എന്ത് ഇങ്ങനെ ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് എന്തായിട്ടില്ല, ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ശിർക്കാണ് എന്ന് പോൽക്കും ബാധിച്ചൂടെ? എങ്ങനെയാണത് ഒരു കാര്യം ശിർക്കാവ്? എങ്ങനെയാണ് അതാണ് ചോദിക്കുന്നത്. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ മാനദണ്ഡം എന്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ? അല്ലാഹു റസൂൽ എന്ത് ചെയ്തിട്ടില്ല? അതല്ല, അള്ളാഹു അള്ളാന്റെ റസൂലും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. അതാണ് ചോദിക്കേണ്ടത്. മറ്റുള്ള അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ ഈ മരണപ്പെട്ടു പോയ മഹത്തുക്കളോട് സഹായം തേടല് ശിർക്കാണെന്നുള്ള പ്രമാണം എന്താ? ഞാൻ പറഞ്ഞില്ലേ, സഹായം എന്നുള്ളത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഈ ആയത്ത് ഇറക്കപ്പെട്ടു. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ റബ്ബിനോട് മാത്രം എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കാം, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറക്കപ്പെട്ടതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം ഭാര്യയോടും, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പെണ്ണുങ്ങളോടും ആയിക്കോട്ടെ. പക്ഷെ ഈ മരണപ്പെട്ട ആളുകളോട് സഹായം തേടേണ്ട ശിർക്കാന്നുള്ളത് ഈ ആയത്തിനടിസ്ഥാനത്തിൽ നബി പഠിപ്പിച്ചു. പ്രവാചകനിൽ മാതൃക. അപ്പൊ നിങ്ങൾ പിന്നെ ചോദിക്കുന്നുണ്ട് പ്രവാചകനും. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, പ്രവാചകന് മാതൃക ഇല്ലാത്ത പല കാര്യങ്ങൾ, അത് ശിർക്കാവട്ടെ ചോദിച്ചിട്ട് മറുപടി ഇല്ല. ഇത് ശിർക്കാവാൻ പോകുന്ന കാര്യം, ഇത് ശിർക്കാകാനുള്ള കാര്യം എന്താണ്? വിളിച്ചു തേട്ടം, നേർച്ച, ആദത്തും ഇബാദത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പൊ വിളിച്ച് സഹായം തേടി എന്നുള്ളത് ശിർക്കാവുള്ള മാനദണ്ഡം? സഹോദര, നിങ്ങൾ അള്ളാഹുവിനോട് ഹിദായത്തിന് വേണ്ടി തേടി, നിങ്ങളോട് ഈ വിവരക്കേട്. ഞാൻ വിവരക്കേടല്ല, എനിക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ,
ഞാൻ നൂറുകണക്കിന് ഇപ്പൊ ഇമാമിങ്ങള് ശിർക്കല്ല ഞാൻ എന്നുള്ള പറഞ്ഞല്ലോ, പഠിപ്പിച്ച ഒരു കാര്യത്തെ ഇമാമിങ്ങളെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് ശിർക്കാണ് തെറ്റ് പറ്റിയേക്കാം, അതല്ലെങ്കിൽ നല്ലതായിരിക്കാം. അപ്പൊ നൂറുകണക്കിന് ഇമാമിങ്ങൾക്ക് തെറ്റ് പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ ഓർക്ക് മനുഷ്യരാണോ? ഇസ്ലാമിന്റെ ഒരു മിനിറ്റ്, ഓർക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠമായ ശിർക്കും തൗഹീദും അല്ല, പോലും മനസ്സിലായിട്ടില്ല. നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ പറഞ്ഞ അത്ര വലിയ അബദ്ധാണ്. പ്രവാചകന്റെ നുബുവത്തിന്റെ ഒരു മിനിറ്റ്, വാക്കുകളിലൂടെ പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രവാചകൻ എന്താ നിങ്ങൾ ഇമാമിങ്ങളുടെ പേരില് ഇന്ന് ഇമാമിങ്ങളുടെ പേരിലല്ല, ഇസ്തിയാസ ശിർക്കാണ് എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആയത്തോ കുലിന്നമ അദു റബ്ബി, അതിലൂടെ മരണപ്പെട്ട ആളുകൾ സാന്താണ്ട് ശിർക്കാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അത് കുല്ലിനമ അദു റബ്ബി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പറഞ്ഞ ന്യായങ്ങൾക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ്? മുത്തുനബി മരണപ്പെട്ടോട് സാധ്യത എഴുതിയിട്ടില്ല, അതുകൊണ്ട് അത് ശിർക്കാണ്. അങ്ങോട്ട് നിങ്ങൾ കൊണ്ടുപോണത് വലിയ അബദ്ധമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നബി ഒരു കാര്യം ചെയ്തിട്ടില്ല. ചെയ്തവർക്കാണോ അല്ലാഹു സുബ്ഹാനഹു തആല നരകം കൽപ്പിച്ചിട്ടുള്ളത്? അതൊക്കെ നമ്മൾ സമ്മതിച്ചേക്കും. ശരി, ഒന്നും കൂടി ചോദിക്കാം. നിങ്ങൾ ഈ വിളിച്ച് സഹായം തേടുന്ന എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ അടിമകളാണല്ലോ, അള്ളാഹുവിന്റെ ഇബാദുകളാണല്ലോ. അത് അടിമകളാണ്. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് സൂറത്ത് ഓതാറില്ലേ? ഓതാറുണ്ട്. 102-ാമത്തെ ആയത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല കിട്ടിക്കൊള്ളണം. ഫഹസിബല്ലദീന കഫറു അൻ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ ഇന്ന അഅ്തദ്ന ജഹന്നമ ലിൽ കാഫിരീന നുസുല എന്ന് പറയുന്ന ആയത്തിന്റെ അർത്ഥം, അതിന്റെ ആശയം എന്താ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ നോക്കൂ. അല്ലാഹു ആ ആയത്തിൽ പറയുന്നത്, എനിക്ക് പുറമെ എന്റെ അടിയന്മാരെ രക്ഷാധികാരികളായി സ്വീകരിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കത്തിക്കാളുന്ന നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശിർക്ക്, അള്ളാഹുവിന് പുറമെ നമ്മൾ പറഞ്ഞേ, നമ്മളൊരാളോട് സഹായം തേടുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഉപകാരം കിട്ടണം, അല്ലെങ്കിൽ ഉപദ്രവം നീങ്ങണം. അള്ളാഹ് പറഞ്ഞു, വല തദ്ഉ മിൻ ദൂനില്ലാ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അള്ളാഹുവിന് പുറമെ ഉള്ളവരെ. മാല യൻഫഉക, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്തതിനെ. വല യദുറുക, നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്തതിനെ. ഫഇൻ ഫഅൽത, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ. അപ്പൊ ഏറ്റവും വലിയ അക്രമികളിൽ പെട്ടു. ഉപകാര ഉപദ്രവം ചെയ്യാത്ത ആളുകളോട് സാധാരണ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഈ ഒരു അന്ധവിശ്വാസവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ വേണമെങ്കിൽ എന്ത് പറഞ്ഞോളിയാരോ, അന്ധവിശ്വാസം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, അതിനൊന്നും നമുക്കെതിരെ. പക്ഷെ നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞോടത്താണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു എവിടെയാണ് മരണപ്പെട്ടു പോയ മഹത്തുക്കളോട് സാധാരണ ശിർക്കാണെന്നുള്ളത്? എടോ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത മരണപ്പെട്ടവരോട്, ഉപകാരമോ ഉപദ്രവം ചെയ്യാത്ത ആളുകളോട് സാധാരണ ശിർക്ക്, അങ്ങനെ തന്നെയല്ലേ? അതെ, മരണപ്പെട്ടു. അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം എന്താ? അപ്പൊ പാമ്പിനോടൊക്കെ സാധനം, പാമ്പ് ഇപ്പൊ ഉപദ്രവം ചെയ്യുന്ന ജീവിയാണല്ലോ. നിങ്ങൾ മലക്കിനോട് ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊപ്പം ഇരുന്ന് പഠിക്കും. എന്താണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ നിർവചനം തെറ്റാണ് ശിർക്കിന് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശിർക്ക് എന്താണെന്നും തൗഹീദ് എന്താണെന്നും പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനിൽ, ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കാൻ നിങ്ങൾ പ്രവാചകനെ പിൻപറ്റി ജീവിക്കണം തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പക്ഷെ നിങ്ങൾ ശിർക്കാണെന്ന് പിന്നെ എന്തിനായി പറയണത്? ശിർക്കായതുകൊണ്ട് തന്നെ പറഞ്ഞത് കേട്ടോ. ശിർക്കാണെന്ന് നിങ്ങൾക്ക് പ്രമാണം ഹാജരാക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ അഭിപ്രായം. ഖുർആനിന്റെ ആയത്തുകൾ ഓതി തന്നിട്ട് നിങ്ങൾക്ക് അത് പ്രമാണമായിട്ട് നിങ്ങൾ ഖുർആന്റെ ആയത്ത് ഓതിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് പക്ഷെ നിങ്ങൾക്ക് തെളിവ്. ശരി സഹോദര, എനിക്ക് നിങ്ങളോട് ഈ വിവരക്കേടുകൾക്ക് മറുപടി പറയാൻ സമയമില്ല. ഓക്കെ.